നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ലൊരു ജോലി വാങ്ങിക്കണം. ജോലി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം? നല്ലോണം സമ്പാദിക്കണം. സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ചുറ്റിലും. അതായത് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ആണ്, അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് ഇറങ്ങുന്ന പിള്ളേരുടെ കാര്യമാണ് പറയുന്നത്. നല്ല പേയ്മെൻ്റ് ആണ് കിട്ടുന്നത്. പക്ഷേ ഈ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ചിലർ അതൊട്ട് സ്പെൻഡ് ചെയ്യാതെ മറ്റേ പിശുക്കി തുപ്പൽ പിടിച്ച് ജീവിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആയിപ്പോവും. ചിലർ ഭയങ്കര ലാവിഷ് ആയിരിക്കും, പേ ചെക്ക് ടു പേ ചെക്ക് ആയിരിക്കും അവർ ചിലപ്പോൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്ത് എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് മോശമെന്നല്ല പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് പോലും നേരെ ചൊവ്വേ യൂസ് ചെയ്യാൻ പറ്റാണ്ട് മൊത്തത്തിൽ കടം കയറി, അതായത് ഈവൻ ദോ അവർ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഫിനാൻഷ്യൽ മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട്. ഫിനാൻഷ്യൽ മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അതിന് ആരും ട്രെയിൻ ചെയ്യിക്കുന്നില്ല. നമ്മുടെ അക്കാഡമിക്സിലും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ നിന്നും ഇത് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറില്ല. അവർക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്, അല്ലെങ്കിൽ അവർ വഷളായി പോകും എന്നുള്ളൊരു ഇതിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുഞ്ഞിലെ തന്നെ ഒരു എമൗണ്ട് പോക്കറ്റ് മണി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് അവർക്കൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ ആ ക്യാഷ് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അത്രയും എമൗണ്ട് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു എന്താണ് ഒരു വാലിഡേറ്റ് ചെയ്യാൻ പറ്റുക. ഇത്രയും നാൾ കൊണ്ടാണ് നമുക്ക് ഇത്ര എമൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഇത്ര സമയം കൊണ്ട് തീർക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു വിഷമം എന്താണ്? ശരിക്കും ഇപ്പം നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ നമുക്ക് മുടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവുന്ന പോലെ തന്നെ അവർ ഏൺ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് അവർക്ക് വരണം, അവർക്ക് പോക്കറ്റ് മണി കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ സ്പെൻഡ് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് അതിൻ്റെ ചോയ്സസ് എടുക്കാൻ, അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ എന്താണ് ഇമോഷൻ്റെ പുറത്ത് അവർക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് തോന്നിയാൽ അത് ചെയ്തോട്ടെ എന്ന് വെക്കണം. മീൻസ് അത് തെറ്റി പഠിക്കണം. അപ്പം അത് തെറ്റി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ആ ഫണ്ട് അവൈലബിൾ അല്ല. അവർ സാധനം വാങ്ങിച്ചു, ആ വാങ്ങിച്ച സാധനം യൂസ്ഫുൾ അല്ല. ഇനി അത് റിട്ടേൺ പോസിബിൾ ആണോ? അതുപോലെ ഒരു കടയിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവരാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഇവരുടെ അടുത്ത് ആ സെയിൽസ്മാൻ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇവർ ആ സെയിൽസ്മാനെ ഡീൽ ചെയ്യുന്ന രീതി, ഇതെല്ലാം നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ എംബാരസ്ഡ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നല്ലതാണ്. ഈ കുഞ്ഞിലെ തന്നെ അവർ തെറ്റി പഠിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കണം. സെയിൽസ്മാനോട് ചോദിക്കുന്നതായാലും, അല്ലെങ്കിൽ പല ഓപ്ഷൻസ് തപ്പുന്നതാണെങ്കിലും, പല കടകൾ കയറി ഇറങ്ങി തപ്പുന്നതാണെങ്കിലും, ഇതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവർക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ആ പഠിക്കാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടമാക്കുന്നത്. എല്ലാം നമ്മൾ തന്നെ എന്താ മോന് വേണ്ടത്, ഓക്കെ ഇന്ന് ഞാൻ വരുമ്പോൾ എന്താ മേടിച്ചുകൊണ്ട് വരേണ്ടത് എന്ന് ചോദിച്ച് നമ്മൾ പോയി വാങ്ങിക്കുന്നതും, നിനക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പോയി വാങ്ങിച്ചോളൂ എന്ന് പറയുന്നതും, അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പൈസ ഡീൽ ചെയ്യാനുള്ളൊരു പേടിയുണ്ടല്ലോ, ഞാൻ ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. അവർ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് കൈ വിറയ്ക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതായത് അവർക്കത് ഡീൽ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒറ്റയ്ക്ക് അത് സ്പെൻഡ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവത്തില്ല. അപ്പം അതൊക്കെയല്ലേ നമ്മൾ ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിന് കുഞ്ഞിലെ തന്നെ നമ്മൾ ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നമ്മൾ എങ്ങനെയാണോ ക്യാഷ് ഡീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരെ അത് ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുക. പിന്നെ നമുക്കൊരു ഇടുങ്ങിയ ചിന്താഗതിയാണെങ്കിൽ അവർക്കും അത് പാസ് ഓൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യുക. ഇമോഷണൽ സൈഡ് ഓഫ് സ്പെൻഡിങ് അത് പിള്ളേരെ പഠിപ്പിക്കുക.